വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐ വിശദീകരണ യോഗം ഇന്ന് ചേരും. പോസ്റ്റ് പങ്കുവച്ചത് ഇടതു സൈബർ ഗ്രൂപ്പുകളും ഡിവൈഎഫ്ഐ നേതാവുമാണെന്ന് കണ്ടെത്തിയതോടെയാണ് സിപിഎം പ്രതിരോധത്തിലായത്. സി കെ വിജയൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. സി കെ, സിപിഎം പ്രതിരോധത്തിൽ സിപിഎമ്മും ഡിവൈഎഫ്ഐയും ആകുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെയാണ് റിബേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ പിന്തുണച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇന്നെന്ത് പ്രതീക്ഷിക്കണം ഈ യോഗത്തിൽ നിന്ന്? ഡിവൈഎഫ്ഐയുടെ പ്രചരണത്തിൻ്റെ മുന മുഴുവൻ UDF-നെതിരെയാണ്, പ്രത്യേകിച്ച് ലീഗിന് എതിരെയാണ്. UDF പ്രവർത്തകരാണ് ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐയെ ആദ്യം മുതൽ തന്നെ, അല്ലെങ്കിൽ CPM-നെ ആദ്യം മുതൽ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അതോടൊപ്പം തന്നെ വ്യാപകമായ പ്രചരണം അഴിച്ചുവിടുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വരിക കൂടി ചെയ്തപ്പോൾ UDF-ന്റെ വാദങ്ങൾക്കെല്ലാം തന്നെ കൃത്യത ലഭിക്കുകയും ചെയ്തു. അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ പേജിലാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ റിപ്പോർട്ട് പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി ഡിവൈഎഫ്ഐക്കെതിരെ CPM-നെതിരെ തിരിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായാണ് UDF അതിനെ എടുത്തത്. അതിനനുസരിച്ച് അവർ വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച UDF നേതാവ് പാറക്കൽ അബ്ദുള്ള ഇക്കാര്യത്തിൽ LDF-നെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. റിബീഷ് രാമകൃഷ്ണൻ എന്ന ഡിവൈഎഫ്ഐയുടെ നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് ആദ്യം വന്നത് എന്ന് കണ്ടെത്തി റിബീഷിനെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണവും UDF ആരംഭിച്ചു. അതോടുകൂടിയാണ് ഡിവൈഎഫ്ഐയും CPM-ഉം പ്രതിരോധത്തിലാവുകയും റിബീഷിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും ഡിവൈഎഫ്ഐ രംഗത്ത് വരികയും ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് വടകരയിൽ പ്രതിഷേധ യോഗം അല്ലെങ്കിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല, തനിക്കെതിരെ പൊതുമധ്യത്തിൽ ആരോപണം ഉന്നയിച്ച പാറക്കൽ അബ്ദുള്ളക്കെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ അതിന് വിശദീകരണം ചോദിച്ചുകൊണ്ട് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. എന്നാൽ പാറക്കൽ അബ്ദുള്ള വളരെ രസകരമായാണ് ഈ വക്കീൽ നോട്ടീസിനോട് പ്രതികരിച്ചത്. അത്തരത്തിൽ വക്കീൽ നോട്ടീസിന് താൻ മറുപടി കൊടുക്കില്ല എന്നും ആവശ്യമെങ്കിൽ ജയിലിൽ കിടക്കും എന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനായ റബീഷിനെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ സ്കൂൾ ജോലിയിൽ നിന്ന് പുറത്താക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റത്തിന് പങ്കാളിയായ റബീഷിനെ ഒരു കാരണവശാലും ഇത്തരത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന തൊഴിൽ ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് പാറക്കൽ അബ്ദുള്ളയുടെയും UDF-ന്റെയും നിലപാട്. അതുകൊണ്ട് റബീഷിനെതിരെ വന്ന പൊതുസമൂഹത്തിൽ വന്ന ഇത്തരം ആരോപണങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന തൊഴിൽ തുടരാൻ പാടില്ല എന്നതുകൂടി വന്നതോടുകൂടി റബീഷ് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഈ നിയമ നടപടി ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ സാധിച്ചേക്കും. പക്ഷേ UDF അടങ്ങുന്ന മട്ടില്ല, അവർ വ്യാപകമായ പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ശരി, സി കെ വിജയനാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.